കാരണം അവരൊരു ചിലപ്പോൾ ഗതികേട് കൊണ്ടായിരിക്കും അവരങ്ങനെ ആയിപ്പോയത്, ഒരുപക്ഷെ വിധിയായിരിക്കാം. ആ പാവങ്ങൾക്കൊന്നും വിൽക്കാനില്ല, അവരുടെ ശരീരം വരെ അവർ വിൽക്കുന്നു. ഞാൻ അവരെ തള്ളി പറയുന്നതല്ല. അപ്പോൾ അവരെന്തും എടുത്ത് വിൽക്കും, അവർക്ക് സ്കിൽസ് ഇല്ലല്ലോ. സ്കില്ലില്ലാത്തത് കൊണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പം ഹലോ, ഇത് ഭ്രമയുഗമല്ല കലിയുഗം തന്നെയാണ്. അതല്ലെങ്കിൽ ഒരാളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അവമാനിക്കും, അതും നമ്മുടെ മമ്മൂക്കയെ. മമ്മൂക്ക ഇത്രയും വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, സമൂഹത്തിൽ തന്നെ വില കൽപ്പിക്കപ്പെടുന്ന, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയാണ് വനിതാ ഫിലിം അവാർഡ്സിൽ വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ഭ്രമയുഗത്തിന്റെ സ്പൂഫ് ചെയ്യാൻ നോക്കിയതാണ്, അമ്പേ പാളി പോയി. ഏറ്റവും ആദ്യത്തെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചത് ടിനി ടോം നായകനായി വന്നു എന്ന് തന്നെയാണ്. കോമഡി ലേശം പോലും ഉണ്ടായിരുന്നില്ല. അബദ്ധത്തിൽ പോലും നമുക്ക് ചിരിക്കാൻ തോന്നാത്ത രീതിയിലുള്ള സ്കിറ്റാണ് അവർ ചെയ്തു വെച്ചിരുന്നത്. ഇതിൽ ഞാൻ ടിനി ടോമിന് മാത്രം കുറ്റം പറയില്ല, അദ്ദേഹത്തോട് ആ ജോലി ഏൽപ്പിച്ചു, അദ്ദേഹം ആ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഷോ ഡയറക്ടറെയും ആ സ്ക്രിപ്റ്റ് എഴുതിയ, ആ സ്പൂഫ് പ്രോഗ്രാമിന്റെ, ആ സ്പൂഫ് സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെയാണ്. അതല്ലായിരുന്നെങ്കിൽ ഒരു നടനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൾട്ട് മൂവിയാണത്. ആക്ച്വലി ഇനി വർഷങ്ങൾക്ക് ശേഷവും ഭ്രമയുഗം എന്ന് കേൾക്കുമ്പോൾ ഒരു കൾട്ട് ക്ലാസിക് എന്ന് വിലയിരുത്തപ്പെടാൻ പോകുന്ന സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ആ നടന്റെ മുന്നിൽ തന്നെ അതിനൊരു കോമഡി ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ അതിനൊരു ട്രിബ്യൂട്ട് അല്ല, അതൊരു കളിയാക്കൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ അത് ചെയ്തു വെക്കണമായിരുന്നു. ഇവിടെ തമാശ എന്ന പേരിൽ കാണിച്ചു കൂട്ടിയത് വെറും വേഷം കെട്ടൽ മാത്രമാണ്. അതിൽ ഒരു തമാശ പോലും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം വേണമെങ്കിൽ ചിരിക്കാവുന്ന ചളി ഉണ്ടായിരുന്നത് ബിജുക്കുട്ടൻ പറയുന്നതാണ്, ഇവിടെ മുറുക്കാൻ ചവച്ചിട്ട് തുപ്പല്ല, തുപ്പിയാൽ കളർ വരും, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. ആ സ്കിറ്റ് നടക്കുമ്പോൾ മമ്മൂക്കയുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ത്രൂ ഔട്ട് ദ എപ്പിസോഡ്, ത്രൂ ഔട്ട് ദ സ്കിറ്റ് അദ്ദേഹം ഒരേ മുഖഭാവത്തോടെ ഒരു മാറ്റവും ഇല്ലാതിരിക്കുകയായിരുന്നു. ആ മുഖത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാ കൂതറ സ്ക്രിപ്റ്റാടാവേ, ഇത് എന്തൊക്കെയാ നീയൊക്കെ കാണിക്കുന്നേ, എന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ആ മുഖത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്റെ വലതുഭാഗത്തിരിക്കുന്ന സിദ്ദിഖിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാണെന്ന്. ആ രീതിയിലാണ് എന്തോ ചോദിക്കുന്നത്. മിക്കവാറും ഇത് ആരാണെന്നോ മറ്റോ ആയിരിക്കണം ചോദിച്ചത്. ബിജുക്കുട്ടന്റെ ക്യാരക്ടറെ നോക്കിയായിരിക്കണം അദ്ദേഹം ചോദിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സിദ്ദിഖിന്റെ മറ്റേ പൊസിഷൻ മാറിയെന്ന് തോന്നുന്നു. അതിനുശേഷം സിദ്ദിഖ് ഇരിക്കുന്ന മറ്റൊരാളുടെ സമയത്താണ്. അപ്പോൾ എന്തായാലും ഭ്രമയുഗം സ്കിറ്റ് അല്ലെങ്കിൽ ഭ്രമയുഗ സിനിമയുടെ സ്പൂഫ് സ്കിറ്റാക്കാൻ നോക്കിയവന് ഒരു സലാം. പിന്നെ ടിനി ടോമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരെ കളിയാക്കിയത് കൊണ്ടും മറ്റുള്ളവരെ പറ്റി അനാവശ്യമായിട്ടുള്ള അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റുകൾ പറഞ്ഞിട്ടുമൊക്കെയാണ് അദ്ദേഹം എയറിൽ പലപ്പോഴും കയറാറുള്ളത്. മുൻപ് അദ്ദേഹത്തോട് ആൾക്കാർക്ക് വിരോധം വരാൻ കാരണം ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഉദാഹരണത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു, ആ വോയിസ് ഒക്കെ നമ്മളുണ്ട്, പക്ഷെ അതൊന്നും എടുത്ത് ചെയ്യേണ്ട പരിപാടി. കാരണം അവർ ചെയ്യുന്നതന്നെ ഞാൻ ചെയ്ത ഞാൻ അതിൽ ചീപ്പായി പോകും. പിന്നെ എൻ്റെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഏറ്റവും വലിയൊരു മെസ്സേജാണ് മനസ്സിൽ വെക്കേണ്ടത്. നമ്മൾ ഒരിക്കലും പിച്ചക്കാരോടും സെക്സ് വർക്കേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്, മാന്യമായിട്ട് പറയുന്നത്, തർക്കിക്കരുത്. കാരണം അവരൊരു ചിലപ്പോൾ ഗതികേട് കൊണ്ടായിരിക്കും അവരങ്ങനെ ആയിപ്പോയത്, ഒരുപക്ഷെ വിധിയായിരിക്കാം. ആ പാവങ്ങൾക്കൊന്നും വിൽക്കാനില്ല, അവരുടെ ശരീരം വരെ അവർ വിൽക്കുന്നു. ഞാൻ അവരെ തള്ളി പറയുന്നതല്ല. അപ്പോൾ അവരെന്തും എടുത്ത് വിൽക്കും, അവർക്ക് സ്കിൽസ് ഇല്ലല്ലോ. സ്കില്ലില്ലാത്തത് കൊണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പം ഷാഫിക്ക് ഒരുപാട് എയിംസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആങ്കർ ആവണം, ഒരുപക്ഷെ ആക്ടർ ആവണം. അതെ, കലാപരമായ കഴിവില്ലാത്തവരും മറ്റ് ജോലികളൊന്നും ചെയ്യാൻ അറിയാത്തവരും ഒരു കഴിവില്ലാത്തവരൊക്കെയാണ് ശരീരം വിൽക്കാൻ പോകുന്നതും ഭിക്ഷ എടുക്കാൻ പോകുന്നതും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ശരീരം വിൽക്കാൻ പോകുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോകുന്നതെന്ന് ഓർക്കുക. അങ്ങനെയുള്ളവരും 10% ഉണ്ടാവും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ശരീരം വിറ്റ് BMW ഒക്കെ വാങ്ങുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് വേറൊരു ഗ്രൂപ്പാണ്. ഒരു 10-15% ഉണ്ടാവുമായിരിക്കാം. ബാക്കി എല്ലാവരും അറ്റ്ലീസ്റ്റ് 85% പേരും ശരീരം വിൽക്കാൻ പോകുന്നത് മറ്റ് വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. നിവൃത്തി കിടന്ന് പച്ച മലയാളത്തിൽ പറയാം ഈ ശരീരം വിൽക്കാൻ പോകുന്ന അവസ്ഥയെ. മറ്റൊന്ന് ഭിക്ഷ തെണ്ടുന്നവരാണ്. ഇപ്പോൾ ഇടപ്പള്ളി ടോളിലും മറ്റും, ഇടപ്പള്ളി ജംഗ്ഷനിലെ ട്രാഫിക് ജംഗ്ഷനിലും മറ്റും ചിലർ കള്ളത്തരങ്ങളുമായിട്ട് പിച്ച എടുക്കാൻ വരുന്നുണ്ട്. അമ്മ ഹോസ്പിറ്റലാണെന്നോ അതല്ലെങ്കിൽ കോട്ടയത്തോക്കോ കണ്ണൂരേക്കോ മറ്റോ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചിലർ വന്ന് കാശ് പിടിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അവരെയും പിടിച്ചു. എന്നാലും മാക്സിമം പേർ ഭിക്ഷ എടുക്കാൻ ഇറങ്ങുന്നത് വേറെ ഒരു വഴിയും കിട്ടാത്തപ്പോഴാണ്. അംഗവൈകല്യം സംഭവിക്കുമ്പോഴോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ വേറെ ഒരു വഴിയും ഇല്ല,
എന്ന് വരുമ്പോഴൊക്കെയാണ് പലരും ഭിക്ഷ എടുക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇവരൊന്നും കഴിവില്ലാത്തത് കൊണ്ടല്ല, അവരുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനു മുമ്പ് ടിനി ടോം പറഞ്ഞിരുന്നു. അതുപോലുള്ള പല സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടും അതുപോലെ അദ്ദേഹത്തിന്റെ ചില മനോഭാവങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് പലർക്കും ദഹിക്കാത്തത് കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അതിൽ പല കുറ്റങ്ങളും ശരിയുമാണ്. ഉദാഹരണത്തിന് അദ്ദേഹം എല്ലാ നടന്മാരുടെയും ശബ്ദം അനുകരിക്കുന്നത് സ്വന്തം ശബ്ദത്തിലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇമിറ്റേഷൻസ് അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന സംഭവം കേട്ടു നോക്കിയാൽ മനസ്സിലാവും. എല്ലാവരുടെയും ഈയിടെ ബിഗ് ബിയിലെ ബിലാലിന്റെ ശബ്ദം അനുകരിച്ചിരുന്നു. കൃത്യമായിട്ട് ടിനി ടോമിന്റെ ശബ്ദത്തിലാണ്. ഭീഷ്മപർവത്തിലെ മൈക്ലപ്പിനെ അനുകരിച്ചിരുന്നു. അതും ടിനി ടോമിന്റെ തന്നെ ശബ്ദമാണ്. എന്തായാലും ചിലരുടെയൊക്കെ അദ്ദേഹം ശബ്ദം അനുകരിക്കുന്നത് ശരിയാവാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടിനി ടോമിനോട് ഒരു വിരോധം പല മലയാളികൾക്കുണ്ട്. ഒരു നല്ല ശതമാനം സോഷ്യൽ മീഡിയ യൂസേഴ്സിനും ഒരു വിരോധമുണ്ട്. അപ്പൊ എന്ത് അവസരം കിട്ടിയാലും ടിനി ടോമിനെ ആൾക്കാർ വെറുതെ വിടാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്കിറ്റ് വന്നത്. ആ സ്കിറ്റ് കളിച്ചത് മമ്മൂക്കയുടെ ഫ്രണ്ടിലാണ്. ഇതുപോലെ ഇതിനു മുമ്പ് ഒരു അവസ്ഥ ഞാൻ കണ്ടത് കമൽഹാസന്റെ കാര്യത്തിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതും ഇതുപോലെ ഏഷ്യാനെറ്റിൽ ഏതൊരു പ്രോഗ്രാം ആയിരുന്നു, ഏതൊരു ഫിലിം അവാർഡ്സ് ആയിരുന്നു. കമൽഹാസൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അതിൽ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഏജന്റ് ടീനയെ കൊണ്ടുവന്നു. നമ്മുടെ ദിൽഷ പ്രസിഡന്റ് ആയിരുന്നു ഏജന്റ് ടീന. എന്തായാലും അതും നല്ല രീതിയിൽ കുളമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് കണ്ടിട്ട് കമൽഹാസനും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇത് ആരാണ്, എന്താണ് ഈ പേക്കൂത്തുകൾ ഇവർ കാണിക്കുന്നതെന്ന്. അപ്പോൾ പലപ്പോഴും ഈ ഗസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ഏതെങ്കിലും പ്രോഗ്രാം, അവരുടെ ഏതെങ്കിലും സിനിമയുടെ സ്പൂഫ് കാണിച്ച് അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും അതായത് ഒന്നിലധികം തവണ അത് പാളിപ്പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ ഷോ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയെങ്കിലും നിങ്ങൾ ഈ വരുന്ന ചീഫ് ഗസ്റ്റിന്റെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഗസ്റ്റുകളിൽ ഒരാളുടെ സിനിമയോ മറ്റു പ്രോഗ്രാമോ എടുത്ത് അതിന്റെ സ്പൂഫ് ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഏതൊക്കെ നടന്മാർ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ സിനിമാനായ മധു സാറെന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ശ്രീ മധുവിന് അദ്ദേഹത്തിന്റെ ശബ്ദം ആരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. മിമിക്രിക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ വൃത്തികേടാവുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പരിഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പല മിമിക്രി താരങ്ങളും തയ്യാറാകില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗസ്റ്റിനെ ഇത്രയും ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ കഴിയണം. അതല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ഗസ്റ്റായിട്ട് വിളിക്കരുത്. അദ്ദേഹം അത്രയും വാല്യൂ ഉള്ള, സൊസൈറ്റിയിൽ അത്രയും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന, അത്രയും മൂല്യമുള്ള ഒരാളായതുകൊണ്ടാണല്ലോ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായി പോയി ഈ സ്കിറ്റ് എന്നത് യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുക. അതോടൊപ്പം ഈ സ്കിറ്റോടുകൂടി എയറിൽ പോയ ടിനി ടോമിന് എല്ലാവിധ ഭാവുകങ്ങളും. ഇനിയെങ്കിലും താങ്കൾ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ശ്രദ്ധിക്കുക. സ്കിറ്റ് ചെയ്യുന്നതിനുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ശ്രദ്ധിക്കുക. കോമഡി കുറച്ചുകൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പലപ്പോഴും ഈ രമേഷ് പിഷാടിയെ പോലുള്ളവർ ചെയ്യുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്കിറ്റിന് സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ അദ്ദേഹത്തിന്റെ 3 സിനിമകളും ഒന്നിനൊന്ന് മോശമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 3 സിനിമയിൽ ഇറങ്ങിയത് ഗാനഗന്ധർവൻ, പഞ്ചവർണ്ണത്തത്ത, മൂന്നാമത്തേതായിരുന്നു 2 സിനിമ ഇറങ്ങിയിട്ടുണ്ടോ. എന്തായാലും 2 3 അദ്ദേഹത്തിന്റെ സിനിമകളുടെ സ്ക്രിപ്റ്റിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ അദ്ദേഹം സ്കിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള സ്ക്രിപ്റ്റുകളെല്ലാം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചാൽ നല്ല കാര്യമായിരിക്കും. അല്ലാതെ സ്പൂഫ് എന്ന രീതിയിൽ കോമാളിത്തരം കാണിക്കാതിരിക്കുക. സ്പൂഫ് വെറും പേക്കൂത്താക്കി മാറ്റാതിരിക്കുക.